നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കും. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കെയർ നിങ്ങൾക്ക് അങ്ങനെ തരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ഉള്ളത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വാല്യൂ ചെയ്യാൻ സഹായിക്കുന്ന 7 അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളുമായിട്ട് കാണുക. ആദ്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പെക്റ്റ്. നിങ്ങളെ തന്നെ ബഹുമാനിക്കുക. പല സ്ത്രീകൾക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ഭൂമിക്ക് ഭാരമായിട്ട് അങ്ങ് ജീവിച്ചു പോവുകയാണ്. ഒരു മനുഷ്യന് എനിക്ക് വില തരുന്നില്ല, എന്നെ ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. നിരന്തരം നിങ്ങൾ ഇതാണോ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ നമ്മൾ തന്നെ നമുക്കൊരു വില കൊടുക്കാതിരുന്നാൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, ഈ ഒരു പറച്ചിലാണ് നിങ്ങൾ നിരന്തരം നിങ്ങളോട് പറയുന്നതെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളെങ്കിൽ എങ്ങനെയാ നമ്മൾ മറ്റുള്ളവർ വാല്യൂ ചെയ്യുന്നത്? നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ സ്നേഹവും ഇഷ്ടം ഉണ്ടായിരിക്കുക എന്നതാണ്. നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം ഉണ്ട് എന്നെങ്കിൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മൈൽ ബ്യൂട്ടിഫുള്ളി. മനോഹരമായി പുഞ്ചിരിക്കുക, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുക. പല സ്ത്രീകൾക്കും പ്രശ്നം എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നം വരെ മുഖം വീർപ്പിച്ച് വളരെ ദേഷ്യത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലുള്ള പലരും പലപ്പോഴും പറയുന്നത്, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് കൊണ്ട് നടക്കണേ എന്തിനാണ്? പ്രത്യേകിച്ച് ഭർത്താവ് ചെറിയൊരു കാര്യത്തിന് ഇവിടെ മുഖം വീർപ്പിച്ച് നടക്കുക. ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ എല്ലാവർക്കും നമ്മളോട് സ്നേഹമായിരിക്കുക തോന്നുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മുഖം വീർപ്പിച്ചിരിക്കുക. ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യങ്ങൾ എപ്പോഴും ചിരിക്കാൻ പറ്റില്ല എന്നൊന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിരി എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എപ്പോഴും ചിരിക്കുന്നവരും എല്ലാവരും ഇഷ്ടപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങളും പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവാതിരിക്കുക, മനസ്സ് തകർന്ന തരത്തിൽ വരിക. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ്, അദ്ദേഹത്തെ അഭിനന്ദിക്കുക. പലരും പറയുന്നത്, ആ മനുഷ്യർ എന്നെ അഭിനന്ദിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ അങ്ങോട്ട് അഭിനന്ദിക്കുക? നമ്മൾ ആദ്യം അങ്ങോട്ട് അഭിനന്ദിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ നേട്ടങ്ങളും അദ്ദേഹത്തെ അഭിനന്ദിക്കുക. ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോൾ അമേസിംഗ് ആണ്, ഒപ്പം തന്നെ ഒരു അഭിനന്ദനം കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നു, വളരെ സ്നേഹത്തോടെ അവരെ കരുതുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കല്ലെങ്കിലും നിങ്ങളെ വീട്ടുകാരാണ് വലുത്, എൻ്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടല്ലോ എന്നൊന്നും പറയാതെ നമ്മളെ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം നമ്മളുടെ ഭർത്താവാകുന്നതിന് മുമ്പ് പേരൻസിനെ നോക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ മകനായതിന് ശേഷമാണ് നമ്മുടെ ഭർത്താവ്. അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്കും നോക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ മക്കളാണെങ്കിലും അവർ അമ്മയും അപ്പനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, മിക്ക സ്ത്രീകളുടെ ലോകം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിനെ ചുറ്റിപ്പറ്റിയാണ്. അതില്ലാതെ തന്നെ അപ്പുറത്തേക്ക് ഒരു ലോകം തന്നെ അവർക്കില്ല. ഓവറായിട്ട് ആ ഒരു ബന്ധം വലുതായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറ്റ് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. നമുക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ല ഹോബീസിലേക്ക് ഏർപ്പെടുക. നമുക്ക് പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബോറിങ് തോന്നും. എന്തെങ്കിലും ഹോബീസ് നമ്മൾ കണ്ടെത്തുക. അതുപോലെ തന്നെ ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോള് അച്ചീവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുക. ഏത് സമയം അദ്ദേഹത്തിൻ്റെ പിറകെ പോകാതിരിക്കുക. അദ്ദേഹം എവിടെ പോയാലും വിളിച്ചുകൊണ്ടിരിക്കുക, ചന്ദ്രേട്ടൻ എവിടെ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ പിറകെ കൂടാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം സൃഷ്ടിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന കാര്യം നിർത്തി, ഏത് കാര്യത്തിന് എൻ്റെ ഭർത്താവ് എനിക്ക് ചിലവിന് തരുന്നില്ല, എനിക്ക് അതിന് പൈസ ഇതിന് പൈസ എന്ന് കൈ നീട്ടാതെ നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. സ്വന്തമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുക. നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യും.
ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എൻഗേജ് യുവർ സെൽഫ്. മിക്കവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ഫ്രീ ടൈമുകളുണ്ട്. ആ ഫ്രീ ടൈമുകളിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, അപ്പുറത്തെ വീട്ടിലെ ബിന്ദുവിൻ്റെ ഹസ്ബൻഡിനൊക്കെ എന്താണ് കെയറിങ് ആണ്, എന്ത് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ കുക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ പുതിയ പുതിയ റെസിപ്പി എന്തായാലും ഫാഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഭയങ്കരമായിട്ട് ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടും. ഗാർഡൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും വരുമാന മാർഗങ്ങൾ നേടാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു തൊഴിലുകൾ ചെയ്യുക. അപ്പോൾ ഇത്രയും പോപ്പുലറായിട്ട് ഇരിക്കുന്ന സമയത്തിന് വീട്ടിലുള്ള വരുമാന മാർഗങ്ങൾ ഒരുപാടുണ്ട്. അതിൽ എല്ലാം നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വരുമാന മാർഗം കണ്ടെത്തി അതിലൊക്കെ ആയിട്ടൊരു എൻഗേജ്മെൻ്റ് ആവുക. അപ്പം എപ്പോഴും സ്നേഹത്തിന് വേണ്ട മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ച് നടക്കാതെ ആ ഒരു സ്വഭാവം പൂർണ്ണമായി നിർത്തുക. നിങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന വ്യക്തിയല്ല. നിങ്ങൾ അത്രയും പോസിറ്റീവായി കഴിയുമ്പോൾ, എത്രയും ഹാപ്പി ആയിട്ട് കഴിയുമ്പോൾ എല്ലാവരും നിങ്ങളിലേക്ക് വരും. നിങ്ങളൊരു മാഗ്നറ്റൈസ് പേഴ്സണായിട്ട് മാറും. അപ്പോൾ എല്ലാവരെയും നമ്മളൊരു കാന്തം പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു അവസ്ഥ വരും. ആ അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഈ കാര്യം മറന്നു പോവല്ലേ. നിങ്ങൾ ഒരാളുടെ ഭാര്യ മാത്രമല്ല, നിങ്ങൾ പവർഫുള്ളായിട്ടുള്ള ഒരു ലേഡി കൂടെയാണ്. നിങ്ങളൊരു സ്ത്രീ, ഒരു രത്നമാണ്. അപ്പോൾ ആ രത്നമായിട്ടുള്ള നിങ്ങൾ എപ്പോഴും ഷൈൻ ചെയ്യുക തന്നെ വേണം, തിളങ്ങുക തന്നെ വേണം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പവർഫുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.